പത്തനംതിട്ട പയ്യനാമണ്ണിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയർന്നതിനെ തുടർന്ന് കാറിലുള്ളവർ പുറത്തിറങ്ങിയതിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കോന്നിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന കാറിനാണ് തീപിടിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീണ, വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുക ഉയർന്നപ്പോൾ തന്നെ അതിനുള്ളിലുള്ളവർക്ക് മനസ്സിലായി അല്ലേ? മാധു, പത്തനംതിട്ട പയ്യനാമൺ കൂപ്പുക്കരയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ചിറ്റാറിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ച കാറിനാണ് തീ പിടിച്ചത്. ഇവർ ഈ ഭാഗത്ത് എത്തിയപ്പോൾ കാറിന്റെ മുൻവശത്ത് നിന്നും തീ ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ കാർ നിർത്തുകയും കാറിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങി മാറുകയും ചെയ്തു. ഈ കാറിലാകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ചിറ്റാർ സ്വദേശിയായിട്ടുള്ള ജോബി, അദ്ദേഹത്തിന്റെ ഭാര്യ, 4ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾ, ഒപ്പം തന്നെ മറ്റ് 2 ബന്ധുക്കൾ, അങ്ങനെ 6 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. കാറിന്റെ മുൻവശത്ത് നിന്ന് തീ കണ്ട ഉടനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് നാട്ടുകാരും ആ ഭാഗത്തേക്ക് ഓടി വന്നു. പക്ഷേ ഈ കാറിന്റെ തീ അണയ്ക്കുന്നതിന് പ്രദേശവാസികൾക്ക് കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് തന്നെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. കോന്നി ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. കോന്നി ഫയർഫോഴ്സ് അവിടേക്ക് എത്തിയാണ് തീ അണച്ചത്. ഈ കാറിലുണ്ടായിരുന്ന ജോബി, ഗൃഹനാഥൻ പറയുന്നത് കുട്ടികൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുക പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടികളുടെ ജീവനാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പുവർ മെയിൻ്റനൻസ് ഉള്ള വാഹനങ്ങളാണ് എങ്കിൽ പുറത്തു കൊടുത്ത്, അതായത് ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിന് പുറത്തേക്ക് കൊടുത്ത് നന്നാക്കുന്ന വാഹനങ്ങളാണ് എങ്കിൽ പിന്നെ ചൂടുകാലമാണ്, സ്വാഭാവികമായും താപനില ഒരു വലിയ ഘടകമാണ്. എന്തായാലും അപകടങ്ങൾ പതിവാവുകയാണ്. അതിൽ കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.